ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, Just married എന്ന് 2004 കാണുമ്പോഴും റിമി ടോമി ഇതുപോലെ തന്നെ. ഈ same question ഞാനും അത് ആലോചിച്ചു. ചോദിക്കാൻ വരട്ടെ, 2024 ഇന്ന് കാണുമ്പോൾ ഇവിടെ ഒരു അംഗം നടക്കും. കാരണം ഞങ്ങൾ രണ്ടുപേരുടെ പേരിലുള്ള ഒരു public complaint. ഒരു നല്ല പേര്, ഒരു ചീത്ത പേരെന്ന് എങ്ങനെ വേണേലും ഞങ്ങളത് ചീത്തപ്പേരായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ആരും വർത്താനം പറയാൻ ഞാൻ സമ്മതിക്കാതെ. ചോദിക്കുക, അതാണ് നമ്മുടെ പേരിലുള്ള ചിത്ത പേരല്ലേ? അല്ല, ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഇത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ പ്രശ്നം. ഒറ്റ വഴിയുള്ളൂ, നമ്മൾ മരിക്കണം. ഓക്കെ, അങ്ങോട്ട് നിന്നോളൂ. സത്യത്തിൽ റിമിക്ക് ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറ്റിയ അവസരമാണ്. ആ കാത്തിരുന്നു കാര്യം അറിയോ, ഈ ഷോയിലേക്ക് റിമിയെ കൊണ്ടുവരാൻ വേണ്ടി കുറെ കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ അത് എന്തുകൊണ്ട് മിസ്സായി എന്ന് എനിക്കറിയത്തില്ല. ചെറിയൊരു പേടിയോട് കൂടിയുള്ള വെപ്രാളത്തിൽ നിന്ന് വരുന്ന ഒരു ഉത്കണ്ഠയിൽ ഞാൻ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. എന്തിനാണാവോ അങ്ങനെ ആശ്ചര്യപ്പെടുന്നത്? എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിൽ വളരെ സ്നേഹത്തിലായിരിക്കുകയും എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പേടിക്കുകയും ചെയ്യുന്ന രണ്ടുമൂന്ന് വ്യക്തികളുണ്ട്. ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. പറഞ്ഞോളൂ. ഒന്ന് ശ്രീകണ്ഠൻ സാർ, രണ്ട് ജോൺ ബ്രിട്ടാസ് ഫ്രം കൈരളി ടിവി, ജോണി ലൂക്കോസ് ഫ്രം മഴവിൽ മനോരമ. ഇവര് ഭയങ്കര സ്നേഹം. ഈ മൂന്ന് പേരുടെ, അതായത് ഞാനും ജോൺ ബ്രിട്ടാസ് എംപിയും കൂടാണ്, മെമ്പർ ഓഫ് പാർലമെന്റ്. എന്തെങ്കിലും പറഞ്ഞ രാജ്യസഭയിൽ പോയി നമ്മൾ മറുപടി പറഞ്ഞു. പിന്നെ ജോണി ലൂക്കോസ്. ഈ മൂന്ന് പേരുടെയും ഏറ്റവും വലിയ പ്രകടമായ പ്രശ്നം എന്താന്നാ പറഞ്ഞേ? അല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ക്യാമറയ്ക്ക് വെളിയിൽ ഭയങ്കര പേഴ്സണലായിട്ട് അറിയാവുന്ന, വർഷങ്ങളായിട്ട് അറിയാവുന്ന, സ്നേഹിച്ചു കൊല്ലും. അതാ. പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, ഈ ചോദ്യശരങ്ങൾ ഏത് വഴിക്ക് പോകും. അത് കൈരളി വഴി, വഴവൽ മനോരമ വഴി, ചിലപ്പോൾ ഫ്ലവേഴ്സിൽ വന്നിരിക്കാം അല്ലേ? അതെ. പിന്നെ വേറെ കാര്യം, ഈ മൂന്ന് പേരും പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ കാര്യം പറയണമല്ലോ, ഫ്ലവേഴ്സ് ഒരു കോടി ശ്രീകണ്ഠ സാറിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, അതൊക്കെ വേറെ. അല്ല, പുകഴ്ത്തി പറയുന്ന വിചാരിക്കരുത്. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇത്രയും വർഷമായിട്ട് ഒരാൾക്കാര് നമ്മൾ സഹിക്കുന്നുണ്ടെങ്കിലല്ല, ആളുകൾ സഹിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും വർഷമായിട്ട് ഒരാളെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണല്ലോ സഹിക്കുന്നത്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടത്തോടെയല്ലേ കാണുള്ളൂ. പക്ഷേ അവരെല്ലാരും ഇങ്ങനെ കണ്ടിങ്ങനെ, നമ്മുടെ കയ്യിലുള്ള സംസാരം തീരാത്തത് കൊണ്ടാണ് മടുപ്പിക്കാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തലയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വേറൊരു വേഷത്തിൽ, എന്നുവെച്ചാ വേറൊരു മുഖം കാണിക്കാനാണ് ഞാൻ. അല്ലല്ല, ഞാന് ഈ പരിപാടിയിൽ വിചാരിച്ചത് ഇതുവരെ കാണാത്ത കുറച്ച് മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു 40ന്റെ പക്വതയിലെത്തിയ ഒരു 40ന്റെ പക്വത നമുക്കുണ്ടല്ലോ, അത് 3യുടെ ഇന്റർവ്യൂ എന്നുള്ള രീതിയിലാണ് ഞാൻ കണക്കാക്കി വന്നത്. പാകതയുള്ള 40കാരി പാകതയില്ലാതെ സംസാരിക്കുന്നു, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, അത് റിമി ടോമി ടെൻഷൻ. പക്ഷെ എനിക്ക് പറ്റും തോന്നുന്നില്ല, നമുക്ക് നോക്കാം. അല്ലേ, ഞാൻ പറഞ്ഞറിയോ, ഓവർ പക്വത കാണിച്ചാൽ അത് റിമി ടോമി അല്ലാതാവും. അങ്ങനെ എനിക്ക് ഒറിജിനാലിറ്റി അല്ല, അങ്ങനെ പറ്റില്ല. പക്ഷെ സാറിനെ കണ്ടിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ഏകദേശം 10 വർഷം കണ്ടായി. അതിൽ നിന്നൊക്കെ എന്തായാലും ഒരു സ്വഭാവത്തിൽ മാറ്റം വരൂല. 2004 തൊട്ടാണ് ഇപ്പൊ സാറിനെ ഞാൻ കാണുന്നത് ഏഷ്യാനെറ്റ് 2004 ഫസ്റ്റ്. കൊല്ലങ്ങൾ കടന്നുപോയി, വെള്ളം ഒഴുകിപ്പോയി. 20 വർഷം എന്നോട് പറഞ്ഞല്ലോ ഇത്ര വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഇരിക്കുന്ന മലയാളത്തിൽ മമ്മൂക്കയുടെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ട് ശ്രീകണ്ഠൻ സാറിന്റെ കാര്യം എല്ലാം മറന്നു പോകുന്നു. എന്നോട് ചീത്ത വിളിക്കണം എന്നെ അല്ലേ? എന്നോട് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മൂക്ക വീട്ടിലിരുന്ന് ചീത്ത വിളിക്കാനുള്ള കാര്യം ആവരുത്. അല്ല, എന്തോ ഒരു മരുന്നുണ്ട് ഇതിന്റെ. റിമി, എനിക്ക് തോന്നുന്നത് റിമി ആൾക്കാരെന്താ മടുക്കാത്തെന്ന് റിമി ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം, എന്റെ ഗുട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ മുഴുവൻ തല പുകയ്ക്കായിരുന്നു. പുകച്ച് ഞാൻ അവസാനം കണ്ടുപിടിച്ചു. എന്താണെന്നറിയാമോ, റിമി പറയുന്നതിൽ ആവർത്തനമില്ല. ആവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ മതിയാക്കേ എന്ന് പറഞ്ഞേനെ. ആവർത്തനമില്ലെങ്കിലേ അവതാരകന് കുറെ കാലം പിടിച്ചേക്കാൻ പറ്റൂ, പാട്ടുകാരിക്കും പിടിച്ചേക്കാൻ പറ്റൂ. അപ്പൊ പറച്ചിലും പാട്ടുപാട്ടൊക്കെ മുന്നോട്ട് പോലെ ആവർത്തനം വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഇത് ഏത് പള്ളിയിലായി പ്രാർത്ഥന? പള്ളിയിൽ തന്നെ കൊടുത്തേക്കാം. പാലാപ്പള്ളി, തിരുപ്പള്ളി. ഞാനിപ്പോ പോയിട്ട് വന്നേ ഉള്ളൂ. പപ്പ മരിച്ചിട്ട് 10 വർഷമായിട്ട്. അപ്പൊ നമ്മളിപ്പോ അവിടെ പോയി പ്രാർത്ഥിച്ച് തിരികെ കത്തിച്ച് ഇങ്ങനെ ജസ്റ്റ് വന്നു. ഈ അവിടെ പോയി റിമീസ് നോർമലി പ്രാർത്ഥിക്കുന്ന എന്തൊക്കെയാ? സമാധാനം തരണേ, സന്തോഷം തരണേ. കൈമോശം വന്നോ? അത് കൈമോശം വന്നോ? ഇല്ല, സമാധാനം ഇനി അങ്ങോട്ടും ഹാപ്പി ആയിട്ട് ഇതേപോലെ ഇരുത്താൻ പറ്റണേ. അല്ല, ഇങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അങ്ങ് സമാധാനമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നെ കൂടി ആ വഴിക്ക് പിടിച്ചു. അല്ല, ഒരുപാട് ഉയരങ്ങളിലോട്ട് കൊണ്ടുപോയില്ലെങ്കിലും ഒരുപാട് താഴോട്ട് ഇടാതെ കുഴി മാന്തി താഴ്ത്തരുത് അല്ലേ? അതല്ല, ഇപ്പൊ നിൽക്കുന്ന പോലെയൊക്കെ. റിമിക്ക് മതല്ല, റിമിയുടെ കരിയർ ഗ്രാഫ് നോക്കുമ്പോ അങ്ങനെ കയറ്റിറക്കങ്ങളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പോവാണ്. ബാങ്ക് ബാലൻസ് അല്ല അതുപോലെ നിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യമല്ലേ? ബാങ്കിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആർക്ക് കുറച്ച് നേരത്തെയൊക്കെ വന്നതുകൊണ്ട് ദിവസം ഇപ്പോഴും
നന്നായിട്ട് ചെയ്തു. അല്ലെങ്കിൽ മിക്കവാറും ഔട്ടായി. അപ്പൊ ഇപ്പോഴത്തെ ചില പാട്ടുകാരെയൊക്കെ കണ്ടു കഴിഞ്ഞാലേ എങ്ങനെ ഇങ്ങനെ രക്ഷപ്പെട്ടു വന്നു. അയ്യോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇല്ലല്ലേ? ഞാൻ അറിയാണ്ട് അല്ല റിമി അങ്ങ് മൂളി. അപ്പൊ ഞാൻ സംഭവം ശരിയായി. അങ്ങനെ അല്ലല്ലേ?